अस्सलाम वालेकुम। ठीक हो? അങ്ങനെ വീടെത്തി ഫൈനലി. ഇതാണ് ഷഫാത്ത് ഖുറൈശിയുടെ വീട്. फाइनली हम पहुंच गए। യെസ്, പहुंच गया. ഇനി കുറച്ച് പണിയുണ്ട്. ഇവിടുത്തെ സിസ്റ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, കസാര, മേശ, കട്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. നമുക്ക് വരിക, ഇങ്ങനത്തെ ഒരു മജ്ലിസിലിങ്ങനെ ഇരിക്കുക, ഇവിടെ തന്നെ ഭക്ഷണം കൊണ്ട് തന്നെ വരിക. എല്ലാ സാധനവും ഇവിടെ ഒരു വിരി ഇരിക്കും, അതിനകത്തേക്ക് വരും. എന്നിട്ട് എല്ലാവരും വട്ടത്തിൽ കുത്തിരിക്കും, കഴിക്കും. നല്ല രസമാണ് ഇവരെ കൾച്ചർ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. അപ്പം നിങ്ങൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതന്നെയാണ് സംഭവം. പക്ഷേ ഇപ്പം ചായ വന്നു, ചായ കൊടുത്തു. പിന്നെ അവൻ്റെ ഉമ്മ വന്നതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. സോ ചായ അതിൻ്റെ സെറ്റപ്പ് അത്. ചായ വന്ന് പോയി. ഇപ്പം കടി ഇവിടെ വെച്ച് പോയതാ. ഇത് ഇവിടുത്തെ ബിസ്ക്കറ്റാണ്, കുൽച്ച. ഇതിന് വേറെന്തൊരു പേര് പറഞ്ഞു. ഇത് പിന്നെ ഞാൻ ഇവർക്ക് കൊണ്ടുവന്നൊരു ഹൈദരാബാദി ഇതായിരുന്നു, ഒസ്മാനിയ ബിസ്ക്കറ്റ്. അതും അവരെടുത്തു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ. നൈസാണ് സംഭവം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഇതേപോലെ കാശ്മീരിൻ്റെ വീട്ടിലൊക്കെ വരാൻ സാഹചര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് മിസ്സാക്കരുത്. അത് നിങ്ങൾക്ക് വേറെ തന്നെ ഒരു കാശ്മീരിൻ്റെ എന്നല്ല കേട്ടോ, പല നാട്ടിൽ ചെന്നാലും അവരുടെ ആതിഥ്യ മര്യാദ ഉൾക്കൊള്ളുക, അത് അനുഭവിക്കുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കാണാനുണ്ടായ സാഹചര്യമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു. ഒരു ട്രെയിനിൽ നിന്ന് കേരളത്തിൽ നിന്ന് കാശ്മീരിൽ വരെ വന്ന്, അതായത് ജമ്മു വരെ വന്നതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. ആ ഒരു ബലത്തിലാണ് ഇവൻ എന്നെ ആദ്യം ഓൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നത്. ടോർച്ച്. ആ ഒരു ബലത്തിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓൻ എന്ത് കണ്ടിട്ട് എന്നെ വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല, എന്ത് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് എനിക്ക് ഓർമ്മയില്ല. ആകെ ഓനെ ആ വരവിൽ ആ ട്രെയിനിൽ കണ്ടുവരികയാണ്. അപ്പോൾ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അമ്മ ആയാലും ഫാമിലി ആയാലും ഇവർ കൂട്ടുകൂടുമ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നക്കിക്കൊല്ലുക എന്ന് പറയുന്നല്ലോ, സ്നേഹിച്ചു കൊല്ലുക, ആ വകുപ്പിൽപ്പെട്ടതാണ്.